ലാലേട്ടൻ്റെ ഒടിയൻ റിലീസായിട്ട് ഇന്നേക്ക് 6 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. മോളിവുഡിൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രയും ഹൈപ്പുള്ളൊരു ചിത്രം അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒരു ഹർത്താൽ ദിവസം ഒടിയൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നു. പാൽ, പത്രം, ഒടിയൻ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒടിയൻ സിനിമയുടെ റിലീസിന് നടന്നത്. അതുപോലെ മോളിവുഡിൽ ഇന്നേ വരെ ഒരു മലയാള സിനിമയും തൊട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കേരള ഓപ്പണിംഗ് കളക്ഷനാണ് ഒടിയൻ സിനിമ അന്നേ ദിവസം നേടിയത്. ആദ്യ ദിനം 7 കോടിയോളം രൂപയാണ് ഒടിയൻ സിനിമയുടെ കളക്ഷൻ. അന്യഭാഷാ സിനിമകളൊക്കെ ഈ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്തെങ്കിലും ഇന്നേ വരെ ഒരു മലയാള സിനിമയും ഈ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഡിസാസ്റ്റർ റിവ്യൂസ് ലഭിച്ചിട്ട് പോലും 50 കോടിയോളം രൂപ ഒടിയൻ സിനിമയ്ക്ക് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനുണ്ട്. ഇതുപോലെ ഹൈപ്പിൽ വന്ന് ഡിസാസ്റ്റർ റിവ്യൂസൊക്കെ ലഭിച്ച് 50 കോടിയോളം രൂപ കളക്ഷൻ നേടുന്ന ഒരു മോളിവുഡ് ചിത്രം ഇനി ഉണ്ടാകുമ്പോൾ തന്നെ സംശയമാണ്. ഒടിയൻ ഇത്രയും ഹൈപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആദ്യ ദിനം കിട്ടിയത്. പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളോട് ഒടിയൻ എന്ന മിത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ നെഗറ്റീവ് ഷെയ്ഡഡ് ആയിട്ടുള്ളതും രാത്രിയിൽ പേടിപ്പെടുത്തുന്ന ഒടിയന്മാരെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് ഈ ഒരു സിനിമ കാണാൻ എല്ലാവരും പോയത്. കുറച്ചധികം പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഹൊറർ മോഡിൽ ഒടിയൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയധികം നെഗറ്റീവ് ഒന്നും സിനിമയ്ക്ക് ആദ്യ ദിനം ഉണ്ടാവില്ലായിരുന്നു. ഒടിയൻ എന്ന ക്യാരക്ടറിന് സമാനമായിട്ട് ടൊവിനോ തോമസിൻ്റെ ARM സിനിമയിലെ മണിയൻ എന്ന ക്യാരക്ടറിനെ നമ്മൾ ഈ അടുത്ത് കണ്ടു. ARM സിനിമയിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മണിയൻ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ആയിരിക്കും ഒടിയൻ സിനിമയിലെ ആളുകൾ പ്രതീക്ഷിച്ചത്. എന്തായാലും ഒടിയൻ സിനിമ ഇന്നും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഒടിയൻ സിനിമ കേരളത്തിലിട്ട ഫസ്റ്റ് ഡേ റെക്കോർഡ് തകർക്കണമെങ്കിൽ ഇനി ഇതുപോലുള്ള ഒരു ഹൈപ്പിൽ വരുന്ന ഒരു മലയാള സിനിമ തന്നെ വേണം. അങ്ങനെ ഒരു സിനിമ അടുത്ത വർഷം മാർച്ച് 27 റിലീസിനെത്തുന്നുണ്ട്. ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ L2 എമ്പുരാൻ. ഈ ഒരു സിനിമയ്ക്ക് ഇനി എത്ര ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. കാരണം ലൂസിഫർ സിനിമയുടെ വിജയം നമുക്കറിയാം. അപ്പോൾ ആ ഒരു സിനിമയെക്കാളും ഈ ഒരു സിനിമ എന്തായാലും വലിയൊരു ചിത്രമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. എന്തായാലും എമ്പുരാൻ സിനിമയ്ക്ക് ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ മോളിവുഡിൻ്റെ ചരിത്രത്തിലെ ഒരു ബിഗസ്റ്റ് ഹിറ്റായിട്ട് സിനിമ മാറും.